വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫലാ സദ്ദഖ വലാ സല്ലാ വലാകിൻ കല്ലബ വതവല്ലാ ثم ذهب إلى أهله يتمطى أولى لك فأولى ثم أولى لك فأولى الله رب العزة പറയുന്നു فلا وصدق ولا صلى ഇല്ല ദീനിന് വേണ്ടി ഒരു സദഖയും അവൻ ചെയ്തില്ല, ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു സദഖയും അവൻ ചെയ്തില്ല. എത്രയോ ആവശ്യം അവരുടെ മുന്നിലേക്ക് വന്നതാ, എത്രയോ ബുദ്ധിമുട്ടുകൾ അവരുടെ മുന്നിലേക്ക് വന്നതാ, എത്രയോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഫലാ സദ്ദഖ സദഖ ചെയ്തില്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അംഗീകരിച്ച് ജീവിച്ചില്ല. വലാ സ്വല്ലാ കൃത്യമായ നിസ്കാരം പോലും ഉണ്ടായിരുന്നില്ല. സിനിമയുടെ മുന്നിൽ പോയിരുന്നില്ലേ, സീരിയലിന്റെ മുന്നിൽ പോയിരുന്നില്ലേ, റിയാലിറ്റി ഷോകളുടെ മുന്നിൽ പോയിരുന്നില്ലേ. ഫലാ സ്വല്ലാ വലാകിൻ കസ്സബ വതവല്ലാ പിന്നെയോ ഇതൊക്കെ വെറുതെ എന്ന് പറഞ്ഞ് പിൻവാങ്ങിക്കളഞ്ഞില്ലേ, ഇതൊക്കെ കെട്ടുകഥയെന്ന് പറഞ്ഞ് പിൻവാങ്ങിക്കളഞ്ഞില്ലേ. എന്നിട്ട് തങ്ങളുടെ ആളുകളുമായി സുഖലോലുപതയുടെ പറുദീസയിൽ വിരാജിച്ച് കഴിഞ്ഞുകൂടിയില്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. ഇങ്ങനെ ജീവിച്ച നിനക്ക് പറ്റിയ ഏറ്റവും നല്ല മരണവാറണ്ടാണിത്, ഇങ്ങനെ ജീവിച്ച നിനക്ക് പറ്റിയ ഏറ്റവും നല്ല വാറണ്ട് തന്നെയാണിത്. അല്ലാഹുവിന്റെ അറിയിപ്പ് വരികയാ. എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാ അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى. വെറുമൊരിന്ദ്രിയത്തുള്ളിയായിരുന്ന നിന്നെ മാംസപിണ്ഡമാക്കി ആ നിന്നെ ഒരു പരിപൂർണ സൃഷ്ടിയാക്കി മാറ്റിയ പടച്ച തമ്പുരാൻ നിനക്ക് ജീവിക്കുന്നതിന് വേണ്ടി ഒരു നിയമം തന്നിട്ട് അതെല്ലാം ലംഘിച്ച് ജീവിച്ചതായ മനുഷ്യ, അതെല്ലാം ലംഘിച്ച് ജീവിച്ചതായ പെണ്ണ്, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതിയോ? അല്ലാഹുവിന്റെ വാറണ്ട് വരില്ല എന്ന് നീ കരുതിയോ? പടച്ചവന്റെ പട്ടാളം നിന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് വരില്ല എന്ന് വിചാരിച്ചോ? അല്ലാഹുവിന്റെ വാറണ്ട് നിന്നെ പിടികൂടില്ല എന്ന് വിചാരിച്ചോ? അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ, എന്റെ പൊന്നുമക്കളെ, ഇന്നത് പറയുമ്പോൾ നിസാരമായി തോന്നുകയാ, ഇന്നത് പറയുമ്പോൾ പ്രസംഗം കൊഴിപ്പിക്കാനുള്ള ഒരു അലങ്കാര വർത്തമാനമായി തോന്നുകയാ. എന്നാൽ അറിയുമോ, നാളെ മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും സൈന്യവും നിന്റെ കൺമുന്നിലേക്ക് നിന്റെ റൂഹ് പിടിക്കാൻ വാറണ്ടുമായി വന്നു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു പോകുന്നതാ, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. അല്ലാഹുവേ ഒരൽപ സമയം തരുമോ അല്ലാഹ്, അല്ലാഹുവേ ഒരൽപ സമയം തരുമോ അല്ലാഹ്, ഈ വാറന്റെ നീ ഒന്ന് മാറ്റിവെക്കുമോ അല്ലാഹ്, ഈ വാറന്റിനെ നീ ഒന്ന് പിന്തിപ്പിക്കുമോ അല്ലാഹ്. അല്ലാഹുവേ എന്റെ പൊന്നുമോള് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല അല്ലാഹ്, എന്റെ ഭാര്യ ആശുപത്രിയിൽ കിടക്കുന്നു അല്ലാഹ്, എന്റെ ഉമ്മാന് മരുന്ന് വാങ്ങാൻ വന്നതാണ് അല്ലാഹ്, അതുകൊണ്ട് മരുന്ന് ഞാനൊന്ന് കൊണ്ടു കൊടുത്തോട്ടെ പടച്ചവന്. ആശുപത്രിയിൽ കിടക്കുന്ന എന്റെ ഭാര്യയും കുഞ്ഞിനെയും ഒന്ന് കണ്ടോട്ടെ അല്ലാഹ്, സ്കൂളിൽ നിന്ന് വരുന്ന എന്റെ പൊന്നുമോളെ ഒന്ന് വിളിച്ചോട്ടെ അല്ലാഹ്. റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്. ഒരൽപ സമയം നീ വാറണ്ടെന്ന് മാറ്റി വെച്ചാൽ ഫസദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാമല്ലാഹ്, എത്ര സദഖ വേണമെങ്കിലും ചെയ്യാമല്ലാഹ്, എത്ര ധർമ്മം വേണമെങ്കിലും നടത്താമല്ലാഹ്, എന്തിനു വേണമെങ്കിലും പണം കൊടുക്കാമല്ലാഹ്, എങ്ങനെ വേണമെങ്കിലും സഹായിക്കാമല്ലാഹ്. വഅകും മിനസ് സ്വാലിഹീൻ. ഞാൻ സ്വാലിഹീങ്ങളിൽ പെടാമല്ലാഹ്, ഒരൊറ്റ അവസരം തരുമോ അല്ലാഹ്. വാറണ്ട് വന്നു കഴിയുമ്പോൾ ചോദിക്കും, ജാമ്യം കിട്ടാൻ വകുപ്പ് വല്ലതും ഉണ്ടോ? ദുനിയാവിലൊക്കെ ജാമ്യം കിട്ടും മക്കളെ, പടച്ചോന്റെ വാറണ്ട് വന്നായില്ല.
റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം നിങ്ങളൊന്ന് കാത്തിരിക്കുവോ, ഒരല്പസമയം ഒന്ന് പിന്തിച്ചു തരുമോ പടച്ചോനെ അല്ലേ? അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ചാൻസ്, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ ഡ്രസ് ഒന്ന് മാറാനെങ്കിലും ചോദിക്കൂലേ? പോലീസ് വരുമ്പോ അള്ളാന്റെ പട്ടാളം വരുമ്പോഴും അറിയാതെ ചോദിച്ചു നോക്കും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം. എന്തിനാ ആദ്യം തന്നെ പറയും? നിസ്കരിക്കാനോ നോമ്പുടിക്കാനോ ഒന്നുമല്ല. ഫസ്റ്റ് തന്നെ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നറിയോ? ഫഅസ്സദ്ദഖ, ഞാൻ എന്തെങ്കിലുമൊക്കെ സദക്ക ചെയ്തോട്ടെ അല്ലാഹ്. ഫസ്റ്റ് ചോദിക്കുന്ന ആൾ തന്നെയാണ് അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കെ. ഇന്നിപ്പോ ഇതിന്റെ അൽ ഇഹ്സാൻ നടയറയിലെ യുവജന പ്രവർത്തകര് ഇങ്ങനൊരു പരിപാടിയൊക്കെ നടത്തി. ഒരു വലിയ ലക്ഷ്യമാണ് അൽഹംദുലില്ലാ. നമ്മുടെ ഈ നാട്ടിലേക്ക് വേണ്ടി രോഗികളായവർ, അപകടത്തിൽപ്പെടുന്നവർ, ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി ഈ നാട്ടില് നമ്മുടെ ഈ നടയറയിൽ തന്നെ അൽഹംദുലില്ലാ ഒരു ആംബുലൻസ് സംവിധാനം ഒരുക്കുക. അതൊരു ആവശ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് പല സാംക്രമിക രോഗങ്ങൾ പടർന്നു പന്തലിക്കുന്ന ഈ സന്ദർഭങ്ങളിലൊക്കെ ഒരു ആംബുലൻസ് നമ്മുടെ വീട്ടുമുറ്റത്ത് സുസജ്ജമാക്കേണ്ടുന്ന കാലഘട്ടം. അൽഹംദുലില്ലാ അങ്ങനെ ഒരു പ്രവർത്തനവുമായി ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ, സ്റ്റേജ് ആയാലും മൈക്കായാലും ലൈറ്റ് ആയാലും കസേരയായാലും ചായ ആയാലും എന്തായാലും അതൊക്കെ നിങ്ങളുടെ അടുത്ത് ഒരാളോടും പൈസ ചോദിച്ചിട്ടില്ല, ഒരാളെടുത്തും അവർ പിരിച്ചില്ല. അൽഹംദുലില്ലാ അവരൊക്കെ തന്നെ തങ്ങളാൽ കഴിയുന്ന രീതിയിലാണ് ഈ സംവിധാനങ്ങളൊക്കെ ആക്കിയത്. പക്ഷേ ഈ ഒരു ആംബുലൻസ് സംവിധാനം അത് പിന്നീട് ചിന്തിച്ച് അതൊരു ഒരാവശ്യമല്ല, അത്യാവശ്യമായി തോന്നി. അതിന്റെ പേരിൽ അവർ മുന്നേക്ക് അറിയിച്ചു ഒരു ആംബുലൻസ് നമുക്ക് ആവശ്യം തന്നെ. നമ്മൾ ചിന്തിച്ചോക്കെ, ഇന്നത് പറയുമ്പോൾ നമുക്കൊരു മടിയാ. അതിപ്പോ അതിനുവേണ്ടി ഇപ്പൊ 5000 കൊടുത്തവരുണ്ട്, 25,000 കൊടുത്തവരുണ്ട്, 30-40 ഒക്കെ കൊടുക്കുന്നവരുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കൊടുക്കണോ? അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ ഉണ്ടാക്കി വെച്ച പണം നമ്മളെങ്ങനെയാണ് ആംബുലൻസ് എന്ന് പറയുമ്പോ അങ്ങോട്ട് കൊടുക്കല? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളങ്ങോട്ട് കൊടുക്കല? സദക്ക ചെയ്യാനൊക്കെ വല്ലാത്ത മടിയാ, അതിനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാ. പക്ഷെ അള്ളാഹുവിന്റെ പട്ടാളക്കാർ ആയുധങ്ങളുമായി നിന്നെ വളയം ചെയ്തിട്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോകുമ്പോ ഒരു ചാൻസ് തരുമോ പടച്ചോനെ? എന്തിനാ? സദക്ക ചെയ്യാനുള്ള ഒരു ചാൻസാ ചോദിക്കുന്നേ. അന്ന് ചിന്തിക്കുക, അൽ ഇഹ്സാന്റെ ഏതെങ്കിലും പ്രവർത്തകർ ഇപ്പൊ വീട്ടിൽ വന്നിരുന്നെങ്കിൽ വീട് മൊത്തം കയ്യിൽ കൊടുക്കാൻ അന്ന് ചിന്തിക്കും. അത്രയൊന്നും വേണ്ട, ഒരു 5-10 വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് ഏറ്റെടുക്കാൻ ഇന്ന് നമുക്ക് മടിയാ. പടച്ചവൻ കാത്തു രക്ഷിക്കട്ടെ. മരിക്കുന്ന സമയത്ത് ആദ്യം ഓർമ്മ വരുന്ന സദക്ക ചെയ്യാനാ. ഇന്ന് ഓർമ്മ വരില്ല. ഒരു 5000-10,000 ആര് കൊടുക്കാൻ പറയാന്ന് വെച്ചാൽ എണീക്കാനൊക്കെ വലിയ, മറ്റേ പുള്ളിക്കാരൻ സമ്മതിക്കൂല. പുള്ളിക്കാരൻ ഇങ്ങനെ പിടിച്ചു വലിക്കുക, അവിടെ ഇരിക്കടാന്ന് പറയും. മരിക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരനുണ്ടാവൂല. മലക്കുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇബ്ലീസ് ഉണ്ടാവൂല. ചിന്തിക്കണേ. ആ വാറണ്ടിന്റെ സമയത്ത് ആദ്യം ചോദിക്കുന്നത് പൈസ എന്തെങ്കിലും തന്നാൽ. ഇവിടുത്തെ പട്ടാള പോലീസുകാരുടെ പൈസ കൊടുത്ത പൊക്കോളും, കുഴപ്പമൊന്നുമില്ല. അള്ളാന്റെ പോലീസുകാരല്ലേ, നടക്കില്ല. അവിടെ അപ്പം പൈസ കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കണമെങ്കിൽ ഇപ്പോഴേ എന്തേലും കൊടുത്തേക്കും. അതുകൊണ്ട് ഈ ഒരു ആംബുലൻസ് ഞാനത് ഇന്ന് പിരിവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും സദസ്സുകളുണ്ട്. നമ്മൾ ചിന്തിക്കുക, നാളെ എന്റെ അടുക്കലേക്ക് വാറണ്ടുമായി വരുമ്പോ എനിക്ക് രക്ഷപ്പെടണമല്ലോ പടച്ചവനെ, എനിക്ക് രക്ഷപ്പെടണമല്ലോ. വാറണ്ടുമായി പടച്ചവന്റെ പട്ടാളക്കാർ വരുമ്പോൾ എനിക്ക് സന്തോഷത്തോടു കൂടി അവരുടെ യാത്രയാകണം. അങ്ങനൊരവസ്ഥ അള്ളാഹ് അങ്ങനെ ഒരു അവസരം തരട്ടെ. നമ്മൾ ചിന്തിച്ചൊക്കെ ഈ പട്ടാളത്തെയും പോലീസിനെയും 2 കാര്യത്തിന് ഉപയോഗിക്കുന്നത്. ഒന്ന്, അറസ്റ്റ് ചെയ്യാനും പിടിച്ചുകൊണ്ടുപോകാനും വലിച്ചഴിച്ചുകൊണ്ടു പോകാനും. 2, ഒരു ചീഫ് ഗസ്റ്റ് വന്നാൽ അവരെ സ്വീകരിക്കാനും പട്ടാളവും പോലീസും തന്നെയല്ലേ ഉള്ളത്. നമ്മൾ ചിന്തിക്കണം, ജീവിതം പടച്ചവനെ അംഗീകരിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനകളെ പരിപൂർണമായും ശിരസാവഹിച്ചുകൊണ്ടുമാണ് എങ്കിൽ അള്ളാന്റെ പട്ടാളക്കാർ വരും നമ്മളെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ. പടച്ചവന്റെ പട്ടാളക്കാർ വരും. മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് സ്വർഗത്തിലെ പൂക്കളുമായിട്ട് മലക്കുകൾ ഇറങ്ങി വരും. സ്വർഗത്തിലെ പൂക്കളുമായി, പൂച്ചെണ്ടുകളുമായി വരും. സ്വർഗത്തിലെ പട്ടുടയാളുകളുമായി വരും. മരണാസന്നനായി കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്ക് മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കും. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ഭയപ്പെടേണ്ടുന്നതില്ല,
ഇന്നല്ലദീന ഖാലൂ റബ്ബനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും. നിങ്ങൾ പേടിക്കല്ലേ, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ കുടുംബത്തെയൊക്കെ വിട്ട്, ഭാര്യയൊക്കെ വിട്ടിട്ട് നിങ്ങൾ മറ്റൊരു ലോകത്തേക്ക് നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ടെന്നതില്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, നിങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുണ്ടാവും. മലക്കൾ സമാധാനിപ്പിക്കുക, സ്വീകരിച്ചിങ്ങനെ കൊണ്ടുപോവാൻ മലക്കൾ. ചിന്തിച്ചു നോക്കെ, അള്ളാഹുവിന്റെ പട്ടാളക്കാര് തന്നെ അവിടെയും വരുന്നത്, പക്ഷെ വേറൊരു രീതിയിൽ. സ്വർഗത്തിലെ നല്ല മണമുള്ള പൂക്കളുമായി, സ്വർഗത്തിലെ വസ്ത്രവുമായി ഇതൊക്കെ ഇങ്ങനെ ധരിപ്പിക്കുകയല്ലേ, ഈ വസ്ത്രമൊക്കെ ഇങ്ങനെ ധരിപ്പിക്കുകയല്ലേ. എന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, സന്തോഷത്തിൽ ഇങ്ങനെ പറയുകയാ, നിങ്ങൾ ഭയപ്പെടേണ്ടുന്നതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടുന്നതില്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ഉൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടുന്നതായ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് നൽകപ്പെടുന്നതായ സ്വർഗലോകമെന്ന ഭവനം നിങ്ങളെ കാത്തിരിക്കുകയാ. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടുന്നതില്ല. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. നിന്നെ കാത്തിരിക്കുന്ന രാജാതിരാജനായ പടച്ചവന്റെ സമക്ഷത്തിലേക്ക് അല്ലാഹുവിന്റെ ഗസ്റ്റായിക്കൊണ്ട്, പടച്ചവന്റെ അതിഥിയായിക്കൊണ്ട് നമുക്ക് യാത്രയാകാം. അതുകൊണ്ട് പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. അല്ലാഹുവിന്റെ പട്ടാളക്കാര് പറയാ, പേടിക്കണ്ട, ഭയപ്പെടേണ്ട, അവിടെ എല്ലാം ഉണ്ട്. ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ റെഡിയാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. പേടിക്കണ്ട, വിഷമിക്കണ്ട, ഞങ്ങളുണ്ട് അവിടെ. സ്വീകരിക്കുക, വന്നിട്ട് സ്വീകരിച്ചിങ്ങനെ കൊണ്ടുപോവാ. ചിന്തിച്ചൊക്കെ ആ ഒരു നിമിഷം. എന്നിട്ടെന്താ, ഗസ്റ്റ് ഹൗസിൽ പേര് കൊണ്ടോ ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുക. ഗസ്റ്റ് ഹൗസിലെ അതിഥികൾ താമസിക്കേണ്ട ഇടത്തിലെ പേരിങ്ങനെ, അതിഥികളെ എങ്ങനെയാണല്ലോ സ്വീകരിച്ചാനയിച്ച് കൊണ്ടുപോവുക, സ്വീകരിച്ചാനയിച്ച് ഇങ്ങനെ കൊണ്ടുപോവുക. ഇല്ലിയിൽ, അതാണ് ഗസ്റ്റ് ഹൗസ്. നല്ല നല്ല ആളുകളെ സ്വീകരിച്ചു കൊണ്ടുപോകുന്നവരെയൊക്കെ ഇല്ലിയിൽ എന്ന ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുപോയി പേര് രജിസ്റ്റർ ചെയ്യും. എന്നാൽ കൊടുങ്കുറ്റവാളികളെ സിജീൻ എന്ന പേരുള്ള സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി പേര് രജിസ്റ്റർ ചെയ്യും. പടച്ചവന്റെ പട്ടാളക്കാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പട്ടാളക്കാർ, അല്ലേ? അതല്ലേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിച്ചേ, ഒന്നുകിൽ ഖബർ സ്വർഗത്തിലെ ഒരു പൂങ്കാവനമായിരിക്കും, അല്ലെങ്കിൽ ഖബർ നരകത്തിലെ ഒരു കുണ്ടായിരിക്കും, അല്ലേ? ഒന്നുകിൽ ഖബർ സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആയിരിക്കും, അല്ലെങ്കിൽ ഖബർ അതിക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു ലോക്കപ്പ് ആയിരിക്കും. കുറ്റവാളികളെയൊക്കെ ലോക്കപ്പിൽ കൊണ്ടുപോയിട്ടിരിക്കുക, കസ്റ്റഡിയിലാ കുറെ നാള്. വിചാരണയ്ക്ക് കോടതിയിൽ ഹാജരാക്കപ്പെടുന്നത് വരെ കസ്റ്റഡിയിൽ കിടക്കണം. ക്രൂരമായ പീഡനങ്ങളുണ്ട്. എന്നാൽ അള്ളാനെ അനുസരിച്ച് ജീവിച്ചോ, ഗസ്റ്റ് ഹൗസിൽ, റെസ്റ്റ് ഹൗസിൽ അതിഥിയായിട്ട് ജീവിക്കുക. അതിഥിയായിട്ട് ചെല്ലുമ്പം തന്നെ ഇങ്ങനെ സ്വീകരിക്കും മലക്കുകൾ. എന്നിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമല്ലോ. മൻ റബ്ബുക, നിങ്ങളുടെ റബ്ബാരാ? അമ്മാ ദീനൊക്കെ നിങ്ങളുടെ ദീനേതാ? അമ്മാ ഇമാമൊക്കെ നിങ്ങളുടെ ഇമാമേതാ? ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് മറുപടിയൊക്കെ കൊടുത്ത് കൃത്യമായ മറുപടിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് പേരൊക്കെ രജിസ്റ്റർ ചെയ്തെല്ലാം കഴിഞ്ഞു. സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചു. റിസപ്ഷനിലെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങോട്ട് റെസ്റ്റ് എടുത്തേക്കുക. പിന്നൊരു അതിഥിയെ പോലെ കഴിയല്ലേ. ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിയുമ്പോൾ കൃത്യമായ മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വരികയാ, മലക്കുകളെ, എന്റെ പ്രിയപ്പെട്ട പട്ടാളക്കാര്, എന്റെ ആ അടിമയുണ്ടല്ലോ, അടിമ പറഞ്ഞത് സത്യമാ. അതുകൊണ്ട് അതുകൊണ്ട് മലക്കുകളെ, എന്റെ അടിമയായ അതിഥിക്ക് വേണ്ടി സ്വർഗത്തിലെ വിരിപ്പ്
വിരിപ്പുകൾ വിരിച്ചു കൊടുക്കുക. അല്ലാഹുവിന്റെ ഓർഡർ വരികയാ, വൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിലെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊടുക്കുക. വഫ്രിശൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിലെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലെ വാതിലുകൾ ആ ഖബറിലേക്ക് തുറന്നു കൊടുക്കുക. അങ്ങനെ ഖബറൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ച് വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങളൊക്കെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് പറയുന്ന, മനുഷ്യ അതിരാത്രിയിലും മണിയറയിലും മണവാളനും മണവാട്ടിയും സന്തോഷത്തോടുകൂടി കിടക്കുന്ന പോലെ അതേ നീ ഖബറാകുന്ന ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ചു കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ പട്ടാളക്കാര് പറയുകയാ. ഗസ്റ്റ് ഹൗസ് ഒക്കെ ഒരുക്കി അവിടെ കൊണ്ടിട്ട് വിരിപ്പൊക്കെ വിരിച്ച് നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് സ്വർഗത്തിലെ വാതിൽ ഇങ്ങനെ തുറന്നിട്ട് വരിക. നല്ല കാറ്റും നല്ല മണവും നല്ല ഭക്ഷണമൊക്കെ കിട്ടും. സമയാവുമ്പോ ഞങ്ങൾ വിളിക്കാം, അതുവരെ കിടന്നുറങ്ങിക്കോളാൻ പറയും. അല്ലാഹു ആ ഖബറിൽ കിടന്നുറങ്ങാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ആകണം. മലക്കുകൾ നമ്മളെ ആനയിച്ച് ഒരു അതിഥിയെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകണം. ആ ഒരു ജീവിതം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ, അതല്ലേ അള്ളാന്റെ റസൂൽ ഇപ്പൊ നമ്മൾ ചിന്തിച്ചു വെച്ചേ, ഈ മരണത്തെ നിങ്ങൾ ഇങ്ങനെ അധികമായി ഓർക്കാൻ പറഞ്ഞാല് പേടിച്ചു കൂടി ഒരു മൂലക്കേറി ഇരിക്കാനല്ല, മറിച്ച് ഏത് നിമിഷവും മലക്കുകൾ ഒന്നുകിൽ അറസ്റ്റ് വാറണ്ട് കുറ്റവാളിയെ പോലെ കൊണ്ടുപോകാൻ വരാം, അല്ലെങ്കിൽ അതിഥിയെ പോലെ കൊണ്ടുപോകാൻ വരാം. ഇവിടെ ഒരു അതിഥിയായി ഞാൻ തയ്യാറായിരിക്കേണ്ടതുണ്ട് എന്ന ബോധത്തോടുകൂടി ഓരോ നിമിഷങ്ങളും തെറ്റുകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമായി ജീവിക്കാൻ പറ്റണം. അല്ലേ, അതല്ലേ നമ്മൾ അറിയണ്ടേ. ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമ്മൾ സജ്ജരായിരിക്കണ്ടേ. അതിനുവേണ്ടി നമ്മുടെ ജീവിതം ഇങ്ങനെ പാകപ്പെടുത്തുക. അതിനുവേണ്ടി ഇതൊക്കെ പിന്നെ ദുനിയാവിൽ ഇങ്ങനെ മതിമറന്ന് ജീവിച്ചാൽ ഇത് പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട്, നാലാംകിട രാഷ്ട്രീയക്കാരന്റെ കാൽ കീഴിൽ നിന്റെ ജീവിതം സമർപ്പിച്ചാൽ നിനക്കത് പറ്റുമോ? പാദരാത്രിയുടെ നിശബ്ദതയിൽ നിരീശ്വരവാദിയായ നേതാക്കന്മാർക്ക് വേണ്ടി ചുമരുകളിൽ കുമ്മായം വരയ്ക്കാനും, അവർക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും, അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാനും, അവർക്ക് വേണ്ടി കല്ലേറ് നടത്താനും വേണ്ടി വന്നാൽ അവരുടെ വാക്ക് കേട്ടുകൊണ്ട് സ്വന്തം സമുദായത്തിൽപ്പെട്ട സഹോദരന്റെ കഴുത്തിന്റെ കടക്കൽ പോലും കത്തി കുത്തി ഇറക്കാൻ യാതൊരുവിധം മടിയുമില്ലാതെ ജീവിക്കുന്ന ചെറുപ്പക്കാരാ. അങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ച് ഇങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ച് തീരുക. അതുകൊണ്ട് കാര്യമുണ്ടോ? ചിന്തിക്കണം സഹോദരിമാര്, അതുപോലെ ചിന്തിക്കുക. നാളെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ എന്നോട് ചോദ്യമുണ്ട്, കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യലുണ്ട്, വാറണ്ട് കഴിഞ്ഞാ പിന്നെ ലോക്കപ്പിൽ അതിക്രൂരമായ ചോദ്യം ചെയ്യലിന് വിധേയമാകും. ഒരു മനുഷ്യാവകാശ കമ്മീഷനോടുണ്ടാവൂല, ആരും അവിടെ ഉണ്ടാവൂല, ഒരു വനിതാ വേദി അവിടെ ഉണ്ടാവൂല. ഒറ്റയ്ക്ക് ഇങ്ങനെ ഖബറിൽ കിടന്ന് മറുപടി പറയണ്ടേ? സീരിയലും കണ്ട് കിടന്ന ഇതൊക്കെ കാര്യമുണ്ടോ? അല്ലാണ്ട് റസൂൽ പറഞ്ഞ എന്താ? അവിടെ ഖബറെന്ന് പറയുന്ന ലോക്കപ്പിൽ രക്ഷപ്പെടണോ? സന്ധ്യാസമയത്ത് വിശുദ്ധ ഖുർആനിലെടുത്ത് സൂറത്തുൽ മുൽക്ക് തബാറക്കല്ലദീ പാരായണം ചെയ്യുവിൻ. എങ്കിൽ ഖബറെന്ന ലോക്കപ്പിൽ രക്ഷപ്പെടാം. അല്ലാതെ ആ സമയത്ത് നിസ്കാരവും ഇല്ല, ഒന്നുമില്ല. അല്ലേ? സന്ധ്യാസമയാകുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ പോയിരിക്കുക ടിവിയുടെ മുന്നിൽ. അല്ലാഹേ, ചന്ദനമഴയും പരസ്പരം ഒക്കെ കാണാനുള്ള ഒരു വെപ്രാളമല്ലേ? ഒരു കാലത്ത് മുസ്ലിം വീടുകളിലൊക്കെ സന്ധ്യാസമയത്ത് ഉമ്മമാര് പെങ്ങന്മാരൊക്കെ ഖുർആനൊക്കെ ഓതി, ദിക്റൊക്കെ ചൊല്ലി, ഒരു യാസീനൊക്കെ ഓതി, അറിയാവുന്ന സൂറത്തൊക്കെ ഓതി അള്ളാന്റെ മുമ്പിൽ കരയായിരുന്നു സന്ധ്യാസമയത്ത്. ഇന്നും ഇപ്പൊ അൽഹംദുലില്ലാഹ് വലിയ വ്യത്യാസമൊന്നുമില്ല, കരയുന്നുണ്ട്, കരച്ചിൽ നടക്കുന്നുണ്ട്. അത് ചന്ദനമഴയുടെ മുമ്പിൽ നിന്നിട്ടുള്ള കരച്ചിലാ, ഖുർആൻ ഓതിയിട്ടുള്ള കരച്ചിലൊന്നുമല്ല. അതിനെ പറ്റിയുള്ള ഏറ്റവും വലിയ ചർച്ച അതല്ലേ, ഏറ്റവും വലിയ ചിന്ത അതായി പോയില്ലേ? കൊച്ചു കുട്ടികൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വാട്സപ്പിൽ ഇങ്ങനെ ഒരു തമാശ, ഒരു കോമഡി കിട്ടിയിരുന്നു. നിങ്ങൾ കിട്ടി, പലർക്കും വന്നിട്ടുണ്ടാവും. പക്ഷെ അത് തമാശയാണെങ്കിൽ പോലും ഗൗരവത്തിൽ എടുക്കേണ്ടതാ. ഉസ്താദ് ഇങ്ങനെ മദ്രസയിൽ പഠിപ്പിക്കുമ്പോ ഉസ്താദ് ഇങ്ങനെ കുട്ടികൾക്ക് ഇസ്ലാമിന്റെ മര്യാദ പഠിപ്പിക്കുന്നു. മക്കളെ, നിങ്ങൾ പരസ്പരം കണ്ടാല് സലാം പറയണം. സലാം പറയുന്നതിന്റെ മര്യാദ ഇങ്ങനെ പഠിപ്പിക്കുക. പരസ്പരം കണ്ടാല് സലാം പറയണം.
അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി ചോദിക്കുകയാണ് അത്ര ഉസ്താദെ, പരസ്പരം കണ്ടാൽ സലാം പറയണമെങ്കിൽ അപ്പൊ ഈ ചന്ദന മഴ കണ്ടിട്ട് ഞങ്ങൾ എന്താ പറയേണ്ടത്? നമ്മള് ഇതൊരു തമാശയാണെങ്കിൽ പോലും നമ്മൾ ചിന്തിച്ച് നമ്മുടെ മക്കൾക്കിടയിൽ പോലും ചർച്ചയാകുന്ന രീതിയിൽ അല്ലെ, സീരിയലിനെ പറ്റിയുള്ള ചർച്ചകളല്ലേ എല്ലായിടങ്ങളിലും, എല്ലായിടത്തും അതിന്റെ ഒരു ചർച്ചയല്ലേ. സന്ധ്യാസമയത്ത് ടിവിയുടെ മുന്നിൽ പോയിരുന്ന മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നിന്നെ ഖബറിൽ എന്ന് പറയുന്ന ലോകപ്പിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇല്ല പൊന്നു മോനെ, നിനക്ക് യാതൊരുവിധ സ്വീകരണങ്ങളും അവിടെയില്ല. ഏത് VIP എന്ന് പറഞ്ഞാലും 6 മണ്ണിൽ 3 കഷണം തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞു വെക്കുകയാ. ഹബീബായ മുത്ത് പറയുന്ന ഖബറിൽ ഇങ്ങനെ മലർന്നു കിടക്കുമ്പോൾ നിന്നെ ഖബറിലേക്ക് കൊണ്ടുവച്ചിട്ട് നിന്റെ വീട്ടുകാരൻ നടന്നു പോകുന്ന ചെരുപ്പടി ശബ്ദം നിനക്ക് കേൾക്കാം. അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കണേ പടച്ചവനെ, വല്ലാത്ത അവസ്ഥയല്ലേ. എല്ലാ സന്ദർഭങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് നടന്നു പോവുകയാ, പ്രിയപ്പെട്ട മക്കള് നടന്നു പോവുകയാ. ഏത് പാതിരാത്രിയും നിന്നോടൊപ്പം ഞാനുണ്ടാകുമെന്ന് പറഞ്ഞ നിന്റെ കളിക്കൂട്ടുകാരൻ നടന്നു പോവുകയാ. ആരാ ഖബറിൽ നിന്നോടൊപ്പമുള്ളത്? ആരും സഹപാഠിയാണുള്ളത്? ഏത് സഹയാത്രികരാ ഉള്ളത്? ഏത് ഭർത്താവാണുള്ളത്? ഏത് ഭാര്യയാണുള്ളത്? ഏത് നേതാവാണുള്ളത്? ഖബർ എന്ന് പറയുന്ന ലോകപ്പിൽ നിന്നെ ഇട്ട് പലക നിരത്തി മണ്ണിങ്ങനെ വാരിയിട്ട് നടന്നു കഴിഞ്ഞാൽ നടേറെ മുസ്ലിം ജമാഅത്തിന്റെ ഖബറിൽ ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഖബറാകുന്ന ലോകപ്പിലേക്കതാ നിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പടച്ചവന്റെ പട്ടാളക്കാര് വരികയാ. അറസ്റ്റ് ചെയ്ത് ലോകപ്പിൽ അടയ്ക്കുക, ഇസ്രായേലിന്റെ ജോലി കഴിഞ്ഞു. ഇനി രണ്ടാമത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള പട്ടാളക്കാരാ. കേട്ടിട്ടുണ്ടല്ലോ, ഖബറിൽ വെച്ച് കഴിഞ്ഞിട്ട് മണ്ണൊക്കെ മൂടിയിട്ടിട്ട് പള്ളിയിലെ ഉസ്താദ് തലയുടെ ഭാഗത്ത് വന്നിരുന്നു. അതേ ഇങ്ങനെ ഖബറാളിയും നോക്കിയിട്ട് വിളിച്ചു പറയുന്ന കേട്ടിട്ടുണ്ടാകുമല്ലോ, ഇദാ ജാഅകൽ മലകാനിൽ ഹാലാ, നിന്റെ അടുക്കലേക്ക് മലക്ക് വരികയാ. വഅയ്ഖലാക, ആ മലക്കുകൾ നിന്നെ ഉണർത്തുമല്ലോ. വഅജ്ലസാക, നിന്നെ എഴുന്നേൽപ്പിച്ചിരുത്തുമല്ലോ. വസഅലാക, ആ മലക്കുകൾ നിന്നോട് ചോദിക്കുമല്ലോ. കേട്ടിട്ടില്ലോ പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു തരുന്നതിന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അതൊരു സുന്നത്തായ കർമ്മമായതുകൊണ്ട് പറഞ്ഞു തരികയാ. അതല്ലാതെ ഉസ്താദ് പറയുന്ന കേട്ടിട്ട് അങ്ങ് പറയാമെന്ന് കരുതണ്ട പൊന്നുമോനെ. നിന്നോട് ചോദിക്കുന്ന മൻ റബ്ബുക, എടാ നിന്റെ റബ്ബ് ആരായിരുന്നടാ? ദുനിയാവിലെ ഏതൊരു റബ്ബിനെ അംഗീകരിച്ചുകൊണ്ടാണ് നീ ജീവിച്ചത്? നിസ്കാരമില്ലാതിരുന്ന പൊന്നുമോനെ, നോമ്പില്ലാതിരുന്ന പൊന്നുമോനെ, പർദ്ദയില്ലാതെ ജീവിച്ച പെങ്ങളെ പറയാൻ പറ്റുമോ? മലക്കുകൾ വന്ന് ചോദിക്കുന്ന മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരായിരുന്നു? വമാ ദീനുക, നിന്റെ ദീനേതായിരുന്നു? കല്യാണങ്ങളെ പറ്റിയുള്ള ചിന്ത കടന്നു വരട്ടെ. 5 നേരം നിസ്കാരമുള്ളവനാ, ഹാജിയാരാ, റമദാനി നോമ്പ് പിടിച്ചവനാ. പക്ഷേ കുടുംബത്തിലൊരു കല്യാണം വന്നാൽ അവിടെ ഇസ്ലാം അങ്ങ് മാറിപ്പോയില്ലേ? ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ക്യാമറകൾ നിരത്തി വെച്ചിട്ട് വീഡിയോഗ്രാഫിക്ക് വേണ്ടി ലക്ഷങ്ങൾ പൊടിപടിച്ച്, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി ലക്ഷങ്ങൾ പൊടിപടിച്ചു, മണിക്കൂറിന് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ടി വരുന്ന കൺവെൻഷൻ സെന്ററുകൾ എന്ന മോഡേൺ ഉത്സവ പറമ്പുകളിലേക്ക് വിവാഹ മാമാങ്കങ്ങളെ കൊണ്ടുപോയി പടച്ച തമ്പുരാന്റെ കൽപ്പനകളെ വെല്ലുവിളിച്ച് ജീവിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ പട്ടാളം ചോദിക്കുകയാ, എടാ നിന്റെ ദീനേതായിരുന്നു? ഏത് ദീനനുസരിച്ചാ നീ ജീവിച്ചത്? നിന്റെ വസ്ത്രധാരണം ഏത് ദീനനുസരിച്ചായിരുന്നു? നിന്റെ വിവാഹങ്ങൾ ഏത് ദീനനുസരിച്ചായിരുന്നു? നിന്റെ ജീവിതം ഏത് ദീനനുസരിച്ചായിരുന്നു? മറുപടി പറയാൻ പറ്റുമോ? വീണ്ടും മലക്കുകൾ ഇങ്ങനെ ചോദിക്കുകയാ. ഹബീബായ റസൂലിന്റെ രൂപം കാണിച്ചിട്ട് ചോദിക്കുന്ന പൊന്നുമോനെ, മാ തഖൂലു ഫീ ഹാദർ റജുലിൽ ലദീ ബുഇതു ഫീകും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ടതായ ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? മുസ്ലിമേ, നിന്നോടുള്ള ചോദ്യമാ, ലോകപ്പിലെ ചോദ്യമാണ്, ഖബറിലെ ചോദ്യമാ. റബീഉൽ അവ്വലിൽ 12 ദിവസം മാത്രം നബിദിനത്തിന്റെ പേര് പറഞ്ഞ് പച്ചത്തുണിയും എടുത്തുകൊണ്ട് റസൂലിന്റെ പേര് പറഞ്ഞ് തിരുവോരങ്ങളെ കീഴടക്കിയ ചെറുപ്പക്കാരാ, 12 ദിവസത്തെ ആർമാദ തീർപ്പത് കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ ഓർമ്മയുണ്ടോ? ഓരോ ദിവസവും ഹബീബായ മുത്തിന്റെ ദാടിയ വടിച്ചലേക്ക് കരയുന്ന ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിന്റെ സുന്നത്തായ തൊപ്പിയ പഴഞ്ചനെന്ന് കരുതുന്ന ചെറുപ്പക്കാരാ,
റസൂലുള്ള പഠിപ്പിച്ച ജീവിതമൊക്കെ പഴയകാലത്തെ ആളുകൾക്കും ഉസ്താദന്മാർക്കും മാത്രമുള്ളതെന്ന് കരുതി പോകുന്ന ചെറുപ്പക്കാരാ, മലക്കുകൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയുണ്ടോ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും ആ മലക്കുകൾ ചോദിക്കുന്നു. ഹബീബായ മുത്ത് പറഞ്ഞുവല്ലോ, കസ്റ്റഡിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന മുൻകരൻ നക്കീറെന്നും പേര് പറയപ്പെടുന്ന മലക്കുകൾ, ആ മലക്കുകളുടെ കോലം എന്താ? ഹബീബായ മുത്ത് പറയുകയാ, അബ്സാറുഹുമാ കൽബർഖിൽ ഖാതിഫ് വഅസ്വാതുഹുമാ കർറദിൽ ഖാസിഫ്. ഹബീബായ റസൂൽ പറയുകയാണ്, ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകൾ, ഖബറാകുന്ന ലോകപ്പിൽ നിന്നെ കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന മലക്കുകള്, പൊന്നുമോനെ അറിയുമോ, ആ പട്ടാളക്കാരുടെ കണ്ണുകളില്ലേ, അബ്സാറുഹുമാ കൽബർഖിൽ ഖാതിഫി, ഇടിമിന്നൽ പോലെയുള്ള കണ്ണുകളാണ് അവരുടെ കണ്ണുകൾ. ഒരു നോട്ടം കൊണ്ട് തന്നെ ഭയപ്പെട്ടു പോവുകയാ. കണ്ണുകളിൽ നിന്ന് മിന്നൽ പിണറുകൾ ഇങ്ങനെ പുറത്തേക്ക് വരികയാ, തീജ്വാലകൾ ഉയരുകയാ. എന്ന് മാത്രമല്ല, അസ്വാതുഹുമാ, അവർ നിന്നെ ചോദ്യം ചെയ്യുമ്പോഴുള്ള ശബ്ദമുണ്ടല്ലോ, കർറദിൽ ഖാസിഫി, ഭയങ്കരമായ ഇടിവാദം പോലെയുള്ള ശബ്ദമാ. കസ്റ്റഡിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരുന്ന അള്ളാഹുവിന്റെ പട്ടാളക്കാർ, മുൻകറും നക്കീറും അലൈഹിമസ്സലാം. ഉസ്താദ് വന്നിരിക്കുമ്പോൾ പറയാമെന്നും കരുതണ്ട. ദുനിയാവിൽ ജീവിച്ചോ എങ്കിൽ മറുപടി പറയാം. ദുനിയാവിൽ ജീവിച്ചവരാണെങ്കിൽ ദുനിയാവിൽ അല്ലാഹു റബ്ബായി അംഗീകരിച്ച് കൃത്യമായി നിസ്കരിച്ച പടച്ചവന്റെ കൽപ്പനകൾക്ക് വിധേയരായി ജീവിച്ചോ, ദുനിയാവിൽ ഇസ്ലാമിനെ അംഗീകരിച്ച് ജീവിച്ചോ, ദുനിയാവിൽ അഷ്റഫുൽ ഖൽഖായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് റബീഉൽ അവ്വലിൽ 12 ദിവസം നീ എന്ത് കാണിച്ചു എന്നുള്ളതല്ല അവിടെ പരിഗണിക്കപ്പെടുന്നത്. നല്ല കാര്യമാ, അൽഹംദുലില്ലാ. പക്ഷേ അത് മതിയോ? ഈ 12 ദിവസത്തുള്ള ഒരു മേളം മതിയോ? അത്രയും ദിവസത്തെ ഇഷ്ഖുർ റസൂൽ മതിയോ? അത്രയും ദിവസത്തെ ഹുബ്ബുർ റസൂൽ മതിയോ? അത്രയും ദിവസത്തെ മദ്ഹുർ റസൂൽ മതിയോ? ജീവിതകാലം ഉടനീളം പ്രവാചക പരിണയമുണ്ടാകണം മുസ്ലിമേ. ജീവിതത്തിൽ സുന്നത്തായ ഒരു അവസ്ഥയുണ്ടാകണം അല്ലേ? ഓരോ വെള്ളിയാഴ്ചയും താടി ഇങ്ങനെ വടിച്ചിറങ്ങുമ്പോൾ ചിന്തിക്കണം, എനിക്ക് ഹബീബായ മുത്തിനോട് സ്നേഹമുണ്ടോ അല്ലെ? 30,000 എടുത്താ പൊങ്ങാത്ത മൊബൈൽ ഫോണുണ്ട്, 30 രൂപയുടെ ഒരു തൊപ്പി പോലും ഇല്ല മുസ്ലിം ചെറുപ്പക്കാരന്റെ കയ്യിൽ. പള്ളിയിൽ പോയിട്ട് കമ്മിറ്റിക്കാർ ഇറക്കിയിട്ടിരിക്കുന്ന വട്ടിത്തൊപ്പി എടുത്ത് തലയിൽ വെച്ചിട്ടാ നിസ്കാരം. എന്ത് മുഹബ്ബുർ റസൂലാ! ഹബീബായ മുത്തിനോട് എന്ത് സ്നേഹമാ! ചിന്തിച്ചു നോക്കി. ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ ഖബറിൽ ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയാൻ പറ്റുമോ? തീ തുപ്പുന്ന കണ്ണുകളുമായിട്ടാണ് പടച്ചവന്റെ പട്ടാളക്കാർ വരുന്നത്. ഇടിനാദം പോലെയുള്ള ശബ്ദവുമായിട്ടാ ഖബറെന്ന ലോകപ്പിൽ നിനക്ക് ചോദ്യമുള്ളത്. ആ ലോകപ്പിലെ ചോദ്യം ദുനിയാവിലെ ലോകപ്പാണെങ്കിൽ അടിയിടിയും കഴിഞ്ഞിട്ടാ ചോദ്യം. വ്യത്യാസമുണ്ട്. കാരണം അവരുടെ കയ്യിൽ കുറെ ചോദ്യമുണ്ട്, അതിന് പറ്റിയ ഉത്തരവ് കൊടുക്കുക. അതുകൊണ്ട് അങ്ങനെയാ. അതുകൊണ്ട് അടിയിടിയും കഴിഞ്ഞിട്ടൊക്കെ അവിടെ ചോദ്യം. പക്ഷെ അള്ളാഹുവിന്റെ ലോകപ്പിലെ ചോദ്യം കഴിഞ്ഞിട്ടേ അടിയിടിയൊക്കെ ഉള്ളൂ. കള്ളക്കേസൊന്നും അവിടെ ഇല്ല. അവിടെ ഒരാളെയും വെറുതെ അങ്ങോട്ട് പീഡിപ്പിക്കുകയൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുക. ചോദ്യങ്ങൾ, വ്യക്തമായ ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ കഴിയാതെ കബറിൽ കിടന്ന് ഓരോരുത്തരും പൊട്ടിക്കരയുമ്പോൾ പടച്ചതമ്പുരാന്റെ ഓർഡർ വരികയാണ്, മലക്കുകളാകുന്ന പട്ടാളക്കാര്, ആ കബറിൽ കിടക്കുന്നവൻ കളവ് പറയുകയാ, ആ കബറിൽ കിടക്കുന്നവൾ കളവ് പറയുകയാ മലക്കുകളെ. അതുകൊണ്ട് അതുകൊണ്ട് മലക്കുകളെ, ആ കള്ളനായ മനുഷ്യന്, കള്ളിയായ പെണ്ണിന് നരകത്തിലെ വിരിപ്പുകൾ നിങ്ങൾ വിരിച്ചു കൊടുക്കുക. നരകത്തിലെ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുക. നരകത്തിലേക്കുള്ള കവാടങ്ങൾ തുറന്നു കൊടുക്കുക.
ലോകപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാ. പൊന്നുമക്കളെ, സദാ സമയത്തും നിങ്ങളോടൊപ്പം നിരീക്ഷകരുണ്ട്. നിങ്ങളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുവാൻ, അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കാൻ. അങ്ങനെ പടച്ചവന്റെ കോടതിയിലേക്ക് ഹാജരായി കഴിഞ്ഞാൽ എന്റെ പൊന്നുമോനെ വിചാരണ നേരിടേണ്ടി വരികയാ. അല്ലാഹു പറയുകയാണ്, വബുദി അൽ കിതാബ്. അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സ് കൊടുത്ത റിപ്പോർട്ട് ഉണ്ടല്ലോ, ആ റിപ്പോർട്ട് നിന്റെ കയ്യിലേക്ക് വെക്കുകയാ. വബുദി അൽ കിതാബ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇഖ്റ കിതാബക. ഓരോരുത്തരും അവരവരുടെ കിതാബൊന്ന് തുറന്നു നോക്കുക. ഓരോരുത്തരുടെയും കയ്യിൽ കിട്ടിയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടില്ലേ, ഓരോരുത്തരും അതൊന്ന് തുറന്നു നോക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കള്ളുകുടിച്ച് ജീവിച്ച എന്റെ പൊന്നുമോനെ, നിസ്കാരമില്ലാതെ ജീവിച്ച ചെറുപ്പക്കാരാ, പർദ്ദയില്ലാതെ ജീവിച്ച എന്റെ പെങ്ങളെ, സന്ധ്യാസമയത്ത് TV സീരിയലിന്, സിനിമയ്ക്ക്, റിയാലിറ്റി ഷോകൾക്ക് വേണ്ടി സമയം കൊടുത്ത എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി കയ്യിൽ തരികയാ. എന്നിട്ട് പറയുന്നു, നിന്റെ കിതാബ് നീ ഒന്ന് വായിച്ചു നോക്കുക, നിന്റെ കിതാബ് നീ ഒന്ന് വായിച്ചു നോക്കുക. അങ്ങനെയാ കിതാബ് ഇങ്ങനെ തുറക്കുകയാ. കുറ്റവാളികളായി നിന്ന് നമ്മൾ പൊട്ടിക്കരയുന്നുമോ, കിതാബ് അല്ലാഹുവേ, ഇതെന്ത് കിതാബാണ് അല്ലാ, ഇത് എന്തൊരു റിപ്പോർട്ടാണ് അല്ലാ. നീ അറിയില്ല എന്ന് കരുതിയതും നീ അറിഞ്ഞല്ലോ, ചെറുതെന്ന് ഞാൻ കരുതിയതുമൊക്കെ വലിയ കുറ്റങ്ങളാണല്ലോ. ആരാ പടച്ചവനെ ഇത് നിന്റെ മുന്നിൽ റിപ്പോർട്ട് ചെയ്തത്? പടച്ചവന്റെ പട്ടാളത്തെ ഒഴിവാക്കി ഒരു പ്രവർത്തനവും നടക്കില്ല പൊന്നുമക്കള്. ഒരു കാര്യവും ഒരു അക്ഷരം പോലും ഉരിയാടാൻ പറ്റില്ല. ആ കിതാബ് കണ്ട് പൊട്ടിക്കരയുന്നു. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ. ചെയ്തതെല്ലാം അവിടെ റെക്കോർഡാക്കപ്പെട്ടിട്ടുണ്ട്, പറഞ്ഞതെല്ലാം അവിടെ റെക്കോർഡാക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സാ. എന്നിട്ട് ആ കിതാബ് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഞാനും നിങ്ങളും പടച്ചവന്റെ കോടതിയിൽ നിന്ന് പൊട്ടിക്കരയുകയാ. യാ ലൈതനീ ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ യാ ലൈതനീ ലം ഊത കിതാബിയാ. വേണ്ട പടച്ചവനെ, എനിക്ക് ഈ കിതാബ് വേണ്ട അല്ലാ, എനിക്ക് ഈ കിതാബ് വേണ്ട അല്ലാ. അല്ലാഹുവേ, എനിക്ക് നിന്റെ വിചാരണ നേരിടാൻ പറ്റില്ല. വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനത്തിൽ ഖാദിയാ. ഞാനങ്ങ് മരിച്ചു പോയിരുന്നെങ്കിലോ. പടച്ചവന്റെ കോടതിയിൽ വധശിക്ഷയില്ല മക്കളെ, കരഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിന്നിങ്ങനെ പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ, അതേ കോടതിയിലെ വിചാരണയൊക്കെ കഴിഞ്ഞ് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ജയിലിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുവാൻ അല്ലാഹു സബാനിയാക്കൾ എന്ന പട്ടാളത്തെ വിളിക്കുകയാ. അടുത്ത പട്ടാളം സബാനിയാക്കൽ എന്ന് പറഞ്ഞാൽ ജയിൽ വാർഡൻസ്. വിചാരണയൊക്കെ കഴിഞ്ഞിട്ട് സെൻട്രൽ ജയിൽ, നരകത്തിലേക്ക്. അവിടെയാ പിന്നെ അങ്ങനെ ഓരോരുത്തർക്ക് ശിക്ഷയുടെ കാലാവധി ഉണ്ടാവും. 50 വർഷം, 100 വർഷം, 500 വർഷം, 1000 വർഷം. ചിലർ കാലാകാലം അവിടെ തന്നെയാ. വധശിക്ഷ ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. കൊല്ലില്ല, അവിടെ കൊല്ലാനൊന്നും പോകുന്നില്ല. ഇതിപ്പോ വധശിക്ഷ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നടന്നൊരു സംഭവമാണ്. വധശിക്ഷക്കെതിരെ അപ്പീൽ കൊടുത്തപ്പോ പാതിരാത്രിയില് ആഭ്യന്തര വണ്ടിയും പിടിച്ച് പോയേക്കുക ചീഫ് ജസ്റ്റിസിന്റെ വീട്ടില് രാത്രിയില്. അവിടെയൊക്കെ ഗൂഢാലോചന ചിന്തിച്ചുമൊക്കെ. ചീഫ് ജസ്റ്റിസ് പെട്ടെന്ന് ജഡ്ജിമാരെയൊക്കെ വിളിച്ചോടത്തി പാതിരാത്രി 2 മണിക്ക് ഇത് ഒപ്പിടുക. ഒരാവശ്യമായിട്ട് ചെന്നാൽ ഇതൊക്കെ നടക്കുമോ? പറഞ്ഞ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാ. പക്ഷെ അള്ളാന്റെ കോടതി അങ്ങനൊന്നുമല്ല. കൃത്യമായ കണക്കെടുപ്പ്, കൃത്യമായ റിപ്പോർട്ടുകൾ ഹാജരാക്കി അള്ളാന്റെ പട്ടാളത്തിന്റെ അന്വേഷണത്തിൽ കള്ളൊന്നുമില്ല. അതാ അള്ള പറയുന്നേ, വായിച്ചു നോക്കിക്കോണം. കള്ളക്കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, പറയാം. കരിനിയമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. വലായുല്ലമൂന ഫത്തീല, ഒരാൾക്ക് ഇവിടെ നീതി നിഷേധിക്കപ്പെടൂല. ഇതൊക്കെ അള്ളാന്റെ പട്ടാളത്തിനും പടച്ചോന്റെ കോടതിക്കേ പറയാൻ പറ്റുള്ളൂ. ആ കോടതിയെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്, ആ പട്ടാളത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്.
ആ വിചാരണയാ നമ്മൾ ഭയപ്പെടേണ്ടത്. കാലാകാലം സെൻട്രൽ ജയിലായ നരകത്തിലെ കിടന്ന് വെന്തുരുകേണ്ടി വരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പടച്ചവന്റെ ഖുർആൻ പറഞ്ഞ അള്ളാഹുവിന്റെ പട്ടാളം ഏത് നിമിഷവും നമ്മുടെ മുന്നിൽ വരാം. അറസ്റ്റ് വാറണ്ടുമായി അസ്റായീൽ അലൈഹിസ്സലാം വരും. അവിടെ നിന്ന് ഖബർ എന്ന ലോകപ്പിൽ കൊണ്ടുപോകും. അവിടെ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലെ കസ്റ്റഡിയിൽ നമ്മെ ക്വസ്റ്റ്യൻ ചെയ്യും. അതിനുശേഷം ലോകപ്പ് മർദ്ദനത്തിന് വേണ്ടി പട്ടാളം വരും. അവിടെ നിന്ന് നമ്മളെ കോടതിയിൽ ഹാജരാക്കാൻ രണ്ടുപേര് വരും. അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ ഹാജരാക്കും. അവിടെ വിചാരണ ചെയ്തിട്ട് നരകത്തിലേക്ക് വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറാ വലിച്ചടച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകും. നരകത്തിൽ കൊണ്ടുപോകും. നരകത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ദയാഹരജി സമർപ്പിക്കും. ദയാഹരജി സമർപ്പിക്കും. നരകത്തിലെ മെയിൻ വാർഡനായ മാലിക് അലൈഹിസ്സലാമിനോട് പറയും, മാലിക് ലിയഖ്ലി അലൈനാ റബ്ബുക, താങ്കളെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ശുപാർശ ചെയ്യുവോ? മാലിക് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയും, രക്ഷയില്ല. അള്ളാഹുവിനോട് പോയിട്ട് പറയും, ദയാഹരജി സമർപ്പിക്കും. പടച്ചവന്റെ മുന്നിൽ ദയാഹരജി സമർപ്പിക്കും. റബ്ബനാ, പടച്ചവനെ അഖ്രിജ്നാ മിൻഹാ, ഇവിടെ നിന്ന് ഞങ്ങൾക്കൊന്നും മോചനം താ അല്ലാഹ്. ഈ നാരകീയ ശിക്ഷയിൽ ഞങ്ങളെ ഒന്ന് മാറ്റി തരുവോ പടച്ചവനെ? അള്ളാന്റെ മുന്നിൽ ദയാഹരജി സമർപ്പിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും, ഇഖ്സഉ ഫീഹാ വലാ തുകല്ലിമുനി, ഒരക്ഷരം ഇവിടെ മിണ്ടിപ്പോകരുത്, അവിടെ കിടന്നോളാൻ പറയും. ദുനിയാവിലെ നിയമങ്ങളൊക്കെ ലംഘിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ കരയാണോ? ഒരക്ഷരം മിണ്ടിപ്പോകരുത്, അവിടെ കിടന്നോളാൻ പറയും. പടച്ചവന്റെ കൽപ്പന വരും. അള്ളാഹുവിന്റെ കൽപ്പന വരും. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വീണ്ടും അവന്റെ പട്ടാളക്കാരെ വിളിക്കും, മലക്കുകളെ വിളിക്കും. എന്നിട്ട് മലക്കുകളോട് പറയും, മലക്കുകളെ വരിക, ഖുദൂഹു ഫഗുല്ലു സുമ്മൽ ജഹീമ സല്ലു സുമ്മ ഫീ സിൽസിലത്തിൻ സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകു. മലക്കുകളെ വരിക, ഇവനെ കൊണ്ടുപോ, ഇവളെ കൊണ്ടുപോ, 70 മുഴം നീളമുള്ള ചങ്ങലകളിട്ട് കെട്ടി വരിയാൻ പറയും. ഖുദൂ, കൊണ്ടുപോയി വരെ ഫഅ്തിറൂഹു ഇലാ സവാഇൽ ജഹീം, നരകത്തിന്റെ മധ്യഭാഗത്ത് കൊണ്ടുപോയിട്ടേക്കാൻ പറയും. സുമ്മ സുബ്ബു ഫൗഖ റഅസിഹി മിൻ അദാബിൽ ഹമീം, നരകത്തിന്റെ ഭയങ്കരമായ ശിക്ഷയെടുത്ത് ഇവരുടെ മേൽ തട്ടിക്കൊടുത്ത് ആ നരകത്തിൽ ഇവരെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പീഡിപ്പിക്കാൻ പറയും. പടച്ചവന്റെ പട്ടാളത്തോട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ പട്ടാളത്തെ പറ്റിയുള്ള ചിന്തയുണ്ടാവുക. അതിനാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിയമങ്ങൾ ലംഘിച്ച് ജീവിച്ചാൽ ഈ പട്ടാളത്തിൽ നിന്ന് ക്രൂരമായ നടപടികൾക്ക് നമുക്ക് വിധേയരാകും. നേരെ മറിച്ച് അള്ളാഹുവിന്റെ നിയമ നടപടികളെ അംഗീകരിച്ച് നമ്മൾ ജീവിച്ചാൽ ഇൻഷാ അല്ലാഹ് അതിഥികളായിക്കൊണ്ട് നമുക്ക് പോകാം. നാഥനായ തമ്പുരാൻ നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അതിമഹത്തായ ഒരു സന്ദേശം 2 ദിവസങ്ങളിലായി നിങ്ങളുടെ മുന്നിൽ പറയാൻ സാധിച്ചു. ഇത് ഒരു വാള് കേട്ട് ലാഘവത്തോടുകൂടി കൊള്ളാം മാർക്കൊക്കെ ഇട്ട അതിന്റെ ഒന്നും ആവശ്യം ആർക്കുമില്ല. അത് ഞാനും ആഗ്രഹിക്കുന്നില്ല, എനിക്ക് ശേഷം വരുന്ന ബഹുമാന്യനായ നവാസ് മന്നാനി ആഗ്രഹിക്കും. മറിച്ച് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ, ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. അതിനു വേണ്ടിയിട്ടാണ്. അതോടൊപ്പം ഇതിന്റെ പ്രവർത്തകരുടെ പരമപ്രധാനമായ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ആംബുലൻസ് ഈ നാടിനു വേണ്ടി സമർപ്പിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ അതിനു വേണ്ടി കൊടുക്കുന്ന ഓരോ നയാ പൈസയും ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി തന്നെയായിരിക്കും ചെലവഴിക്കുന്നത്. വേറെ ഒരു കാര്യത്തിൽ ഒരു ട്യൂബ് ലൈറ്റിന് പോലും നിങ്ങളുടെ പണം വേണ്ട. കാരണം എല്ലാം ഇതിന്റെ പ്രവർത്തകർ തന്നെ അൽഹംദുലില്ലാഹ് സജ്ജീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വരുന്ന 2 ദിവസങ്ങളിൽ നിങ്ങൾ സദസ്സിലേക്ക് വരുമ്പോൾ ഈ ആംബുലൻസിന് വേണ്ടി നമ്മൾ വീട്ടിൽ പോയിട്ട് ചിന്തിക്കുക, നാളെ അസ്റായീൽ വാറണ്ടുമായി വരുമ്പോൾ ആദ്യം പറയുന്ന പണം കൊടുക്കാന്ന. അവിടെ കൊടുത്തിട്ട് കാര്യമില്ല, അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമ്മൾ കൊടുത്ത സജ്ജരായിരിക്കുവിൻ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എല്ലാവരും ഇരിക്കണം ഇൻഷാ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്തുകൊണ്ട് പോകാം. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ ദുആക്കളിൽ ഈ വിനീതിന് വേണ്ടി ആത്മാർത്ഥമായി എല്ലാവരും ദുആ ചെയ്യുക. എന്റെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മശായിഖന്മാർ, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, സഹപാഠികൾക്ക് വേണ്ടിയിട്ടും എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുക. എവിടെ ഏത് നാട്ടിലും യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പറയാനും സംഘടനാ പക്ഷപാതിത്വങ്ങളില്ലാതെ സത്യത്തിന്റെ പക്ഷം ചേരാനും എന്നാൽ കഴിയുന്ന രീതിയിൽ സത്യത്തിന് വേണ്ടി സംസാരിക്കുവാനും എല്ലായിടങ്ങളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സഹായവും കാവലും ഉണ്ടാകുവാനും ആത്മാർത്ഥമായി നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്.